നിദ്ര ഷോണിൻ്റെ വീട്ടിലെത്തി. ചടങ്ങുകളൊക്കെയും കഴിഞ്ഞു. റെബേക്ക കാട്ടിക്കൊടുത്ത മുറിയിലേക്ക് ചെന്നതായിരുന്നു അവൾ. ഓർണമെൻറ്റ്സ് ഒക്കെയും റെബേക്കയുടെ സഹായത്തോടെ അഴിച്ചു മാറ്റി. സാരി മാറി ഫ്രഷ് ആവാൻ പറഞ്ഞുകൊണ്ട് റെബേക്ക പോയതും നിദ്ര ക്ഷീണം കാരണം ബെഡിലേക്ക് ചാഞ്ഞു. ആ നേരത്താണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. വീട്ടിൽ നിന്നായിരിക്കുമെന്ന് കരുതി ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോടടുപ്പിച്ചു. ഹലോ ഹലോ മിസ്സിസ് നിദ്ര ഷോൺ ഡാനിയൽ, ഹാപ്പി മാരീഡ് ലൈഫ്. വിവാഹത്തിന് വരാൻ പറ്റിയില്ല, നേരിട്ടൊരു വിഷ് അറിയിക്കണം എന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് പറയാം. അതിനു മുൻപേ ഞാൻ നിദ്രയ്ക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. എന്നാ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിദ്ര തന്നെ എന്നെ തിരിച്ചു വിളിക്കും. അത്രയും പറഞ്ഞു കഴിഞ്ഞതും ഉടനെ കോൾ കട്ടാവുകയായിരുന്നു. നിദ്ര പരിഭ്രമത്തോടെ തൻ്റെ ഫോണിലെ വാട്സ്ആപ്പ് തുറന്നു നോക്കി. അതിലൊരു പുതിയ നമ്പറിൽ നിന്നും വീഡിയോ വന്ന് കിടപ്പുണ്ടായിരുന്നു. വീഡിയോ തുറന്നു നോക്കിയ നിദ്ര ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയിരുന്നു. അവൾ തളർച്ചയോടെ ബെഡിലിരുന്നു. നിധി ഏതോ ഒരു മുറിയിൽ മയങ്ങിക്കിടക്കുന്നുണ്ട്. അവളുടെ തൊട്ടരികിൽ ഏതോ ഒരുത്തനെയും കാണാം. അവൻ പാൻറ് മാത്രം ധരിച്ചിട്ടുണ്ട്. അവൻ്റെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്. അവൾ ധരിച്ച ചുരിദാറിൻ്റെ ഷോൾ അവൻ എടുത്തു കളഞ്ഞു. അവൻ അവളുടെ കയ്യിൽ പതിയെ സ്പർശിക്കുന്നുണ്ട്. ഗാഢമായ നിദ്രയിൽ അവൾ ഒന്നും അറിയുന്നില്ല. അത്രയുമായിരുന്നു ആ വീഡിയോയിലുണ്ടായിരുന്നത്. നിദ്രയുടെ കൈകൾ വിറച്ചു. ഫോണിൻ്റെ സ്ക്രീനിൽ ആ വീഡിയോ വീണ്ടും വീണ്ടും അവളുടെ കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞു നിന്നു. ഹൃദയം അതിവേഗത്തിൽ മിടിച്ചു. ശ്വാസം പോലും ശരിയായി എടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഇതെങ്ങനെ? അവൾ സ്വയം പിറുപിറുത്തു. നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരായിരിക്കും അത്? എന്തായിരിക്കും പിന്നീട് നടന്നിട്ടുണ്ടാവുക? നിധി എങ്ങനെ അവരുടെ അരികിലെത്തി? നിദ്രയ്ക്ക് എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ലായിരുന്നു. അവൾ തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. അതേ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ആരാ നിങ്ങൾ? എന്താ നിങ്ങൾക്ക് വേണ്ടേ? എൻ്റെ അനിയത്തി, അവൾ എങ്ങനെ? നിദ്രയ്ക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. കൂൾ ഡൗൺ നിദ്ര, കൂൾ ഡൗൺ. ആദ്യം ഞാൻ പറയുന്നത് താനൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. നിങ്ങളൊന്നും പറയണ്ട, നോക്കിക്കോ. നിങ്ങൾക്കെതിരെ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. മണ്ടത്തരം പറയല്ലേ നിദ്ര. അതിനു മുൻപേ ഈ വീഡിയോയും ഇതിൻ്റെ ബാക്കി വീഡിയോയും ഈ ലോകം മുഴുവനും കണ്ടിരിക്കും. അയാളത് പറഞ്ഞതും നിദ്രയുടെ ശ്വാസം ഒന്ന് പിടഞ്ഞു. ബാക്കി വീഡിയോ? അത് നിദ്രയുടെ കാതിൽ തുളച്ചു കയറി. ബാക്കി വീഡിയോ? നിദ്രയ്ക്ക് വാക്കുകൾ പൂർത്തിയാക്കാനായില്ല. യെസ്, ഇതിൻ്റെ ബാക്കി ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊന്നും കാണാൻ നിദ്രയ്ക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ നാട്ടുകാർക്ക് ഇത് കാണുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. അയാളുടെ ചിരി ഫോണിലൂടെ മുഴങ്ങി. നോ, വേണ്ട. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിദ്രയുടെ തൊണ്ടയിൽ കരച്ചിൽ കുടുങ്ങി. യെസ്, അങ്ങനെ വഴിക്ക് വാ. എനിക്ക് വേണ്ടത് ഡാനിയൽസ് ഗ്രൂപ്പിൻ്റെ MD ഡാനിയലിൻ്റെ കൈവശമുള്ള ഒരു ഫയലാണ്. ഡാനിയൽ ആരാണ് ഞാൻ നിദ്രയ്ക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിദ്ര ആ ഫയൽ എടുത്ത് എന്നെ ഏൽപ്പിക്കുന്ന നിമിഷം ഞാൻ വീഡിയോ ക്ലിപ്സൊക്കെ നിദ്ര ഏൽപ്പിക്കും. എനിക്ക് എങ്ങനെ ആ ഫയലൊക്കെ കിട്ടുക? നിദ്ര വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. അതൊക്കെ നിദ്രയുടെ മിടുക്ക് പോലെ ഇരിക്കും. പിന്നെ കെട്ടിയോൻ ഷോൺ ഡാനിയൽ മിടുക്കനാണെന്നേ അറിയാം. ആ മിടുക്ക് ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. അങ്ങനെ സംഭവിച്ച അടുത്ത നിമിഷം ഈ വീഡിയോ ഞങ്ങൾ പുറത്തുവിടും. ഇല്ല, ഞാനിത് ആരോടും പറയില്ല. എനിക്ക് ആ വീഡിയോസിൻ്റെ മുഴുവൻ ക്ലിപ്സും വേണം. ഒന്നും നിങ്ങളുടെ കയ്യിലില്ല എന്ന് ഉറപ്പിച്ച ശേഷമേ ഞാൻ ആ ഫയൽ നിങ്ങൾക്ക് തരുള്ളൂ. ആ ഫയൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഫയലിന് വേണ്ടി നിങ്ങൾ ഇത്രയും വൃത്തികേട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഫയൽ ഏൽപ്പിക്കും വരെ ഒരു കാരണവശാലും ഈ വീഡിയോ ലീക്കാവരുത്. അങ്ങനെ സംഭവിച്ച നിദ്ര തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരിക്കലുമില്ല, നിനക്കെന്നെ വിശ്വസിക്കാം. അതുവരെ ഇതെൻ്റെ കയ്യിൽ സേഫായിരിക്കും. എനിക്ക് വേണ്ടത് ആ ഫയൽ മാത്രമാണ്. പിന്നെ തൻ്റെ അനിയത്തിക്ക് ഈ വീഡിയോസിനെ പറ്റിയോ മറ്റോ ഒന്നും അറിയില്ല. അറിഞ്ഞാൽ ചിലപ്പോൾ അവൾ ചത്ത് കളയുമായിരിക്കും, അല്ലേ?
ശരിക്കും അവൾ അറിയാതെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. പക്ഷേ അവൾ നിദ്രയെ പോലെ അത്ര പാവമൊന്നുമല്ല കേട്ടോ. ക്ലാസ്സിലേക്കാണെന്ന് പറഞ്ഞു പോകുന്നതേ കാമുകൻ്റെ കൂടെ കറങ്ങിയടിക്കാനാണ്. അങ്ങനെ പോയതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. അവളുടെ കാമുകൻ എനിക്ക് വേണ്ടപ്പെട്ട പയ്യനാ. ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിയ അവളെ അതും പറഞ്ഞ് മറു സൈഡിൽ നിന്ന് അയാൾ ഉറക്കെ ചിരിച്ചു. നിദ്രക്ക് അത് കേട്ടപ്പോൾ ദേഷ്യവും അറപ്പും തോന്നി. ഞാൻ നിദ്രയ്ക്ക് 10 ദിവസത്തെ സമയം തരുന്നു. അതിനുള്ളിൽ നിദ്ര എന്നെ ആ ഫയൽ ഏൽപ്പിക്കണം. ഇനി ഞാൻ 10 ദിവസം കഴിഞ്ഞ് വിളിക്കാം എന്നും പറഞ്ഞ അയാൾ കോൾ കട്ട് ചെയ്തു. കോൾ കട്ടായതും മുറിക്കുള്ളിൽ ഒരു ഭയപ്പെടുത്തുന്ന നിശബ്ദത പടർന്നു. ഫോൺ ഇപ്പോഴും അവളുടെ കയ്യിൽ വിറച്ചുകൊണ്ടിരുന്നു. നിദ്രയ്ക്ക് തൊണ്ട വരണ്ടു പോയതുപോലെ തോന്നി. നെഞ്ചിനുള്ളിൽ ഹൃദയം അഴിച്ചു പൊട്ടുന്ന പോലെ മിടിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകിയെങ്കിലും കരയാൻ പോലും അവൾക്ക് പറ്റുന്നില്ലായിരുന്നു. നിധി. അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ തൻ്റെ അനിയത്തിയുടെ പേര് വിളിച്ചു. വീഡിയോ വീണ്ടും തുറന്നു നോക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ സ്ക്രീനിലേക്ക് നോക്കിയ നിമിഷം തന്നെ കണ്ണുകൾ അടച്ചു. തലച്ചോറിനുള്ളിൽ ഒരേ ചോദ്യം മാത്രം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒരു നിമിഷം പോലും പാഴാക്കാതെ നിദ്ര അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. അമ്മ ഫോൺ എടുക്കും വരെ ഓരോ റിങ്ങും നിദ്രയ്ക്ക് ഒരു യുഗം പോലെ തോന്നി. വിരലുകൾ വിയർപ്പിൽ നനഞ്ഞിരുന്നു. നെഞ്ചിലെ വിറയൽ കൂടിക്കൊണ്ടേയിരുന്നു. ഹലോ നിത്തുമോളെ, എന്താ പറ്റിയേ? അമ്മയുടെ ശബ്ദം കേട്ടത് അവൾ ഒരു നിമിഷം സംസാരിക്കാൻ പോലും പറ്റാതെ നിന്നു. അമ്മ. ഒരു തരം വിറച്ച ശബ്ദം. അമ്മ, നിധി വീട്ടിലുണ്ടോ? ഉണ്ട് മോളെ, അവൾ മുറിയിലുണ്ട്. എന്താ നിത്തു ഇങ്ങനെ പേടിച്ച പോലെ ചോദിക്കുന്നേ? അമ്മയുടെ മറുപടി കേട്ടതും നിദ്രയുടെ ശ്വാസം ഒരു നിമിഷം തിരികെ വന്നതുപോലെ തോന്നി. പക്ഷെ അടുത്ത നിമിഷം തന്നെ ഭയം വീണ്ടും തിരികെ വന്നതുപോലെ. അമ്മ, ഫോൺ അവൾക്കൊന്ന് കൊടുക്കുമോ ഇപ്പം തന്നെ? എന്താ സംഭവിച്ച നിത്തു? അമ്മയുടെ ശബ്ദത്തിൽ ആശങ്ക നിറഞ്ഞു. അത് പിന്നെ അമ്മ ഒന്നുമില്ല. എനിക്കെന്തോ ഇവിടെ എത്തിയപ്പോൾ അവളെ ശരിക്കും മിസ് ചെയ്തു. അതാ ഞാൻ കൊടുക്കാൻ പറഞ്ഞേ. ഓ, അത്രേ ഉള്ളൂ. ഞാനങ്ങ് പേടിച്ചു പോയി മോളെ. അവളെ കിടക്കുക. 2-3 ദിവസമായില്ലേ നേരാവണ്ണം ഉറങ്ങിയിട്ട്. അവൾ ഉറങ്ങിക്കോട്ടെ മോളെ. നിത്തു, നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മ, ഞാനിവിടെ ഓക്കെയാ. ഇവിടെ എല്ലാവർക്കും എന്നെ വലിയ കാര്യമാ. അതെയോ? മോനെവിടെ? അവൻ അടുത്തുണ്ടോ? ഇല്ല, ഡോക്ടർ താഴെയുള്ള. ഡോക്ടറോ? നിത്തു, നീ ഇതുവരെ ആ വിളി മാറ്റിയില്ലേ? ഇതേ പെണ്ണെ, ഇന്ന് മുതൽ മാറ്റി വിളിച്ചോണം. അവളൊന്ന് പതിയെ മൂളി. അമ്മേ, നിഖിലേട്ടൻ എന്തിയേ? അവന് സനീഷിൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് പോകുന്നത് കണ്ടു. നിദ്ര ചെറുതായി ഒന്ന് മൂളി. അമ്മേ, നിധി ഒന്ന് ശ്രദ്ധിക്കണേ. അവൾക്കധികം ഫോണൊന്നും കൊടുക്കല്ലേ. അമ്മയൊന്ന് ശ്രദ്ധിക്കണേ. എന്താ നിത്തു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒന്നുമില്ല അമ്മ, അവൾ ഫോൺ എവിടെയെങ്കിലും വെച്ചാൽ ഞാൻ അമ്മയ്ക്ക് വിളിച്ചാൽ കിട്ടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതും പറഞ്ഞ് നിദ്ര കോൾ അവസാനിപ്പിച്ചു. നിദ്ര ഓർമ്മകളിൽ നിന്നുണർന്നു. കണ്ണുകൾ നനഞ്ഞ നിലയിൽ തന്നെ അവൾ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി. മുറിക്കുള്ളിൽ മങ്ങിയ വെളിച്ചം മാത്രം. ഒന്നും അറിയാതെ ബെഡിൽ സുഖനിദ്രയിലായിരുന്നു ഷോൺ. ശാന്തമായ മുഖം, പതിവ് പോലെ നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ. ലോകത്തൊരു പ്രശ്നവുമില്ലാത്തവനെ പോലെ അവൻ ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങുന്ന അവൾ ഏറെ നേരം നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ ഭയവും സ്നേഹവും ഒരുമിച്ച് കലർന്നിരുന്നു. ഡോക്ടറോട് ഞാനിതെങ്ങനെ പറയും എന്ന ചിന്ത നെഞ്ചിനുള്ളിൽ കല്ലുപോലെ കിടന്നു. ഏറെ നേരം അവൾ അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ മയക്കത്തിലേക്ക് വഴുതി പോകുന്നത് തിരിച്ചറിഞ്ഞ നിദ്ര തൻ്റെ ഫോൺ എടുത്തു. സമയം 11 കഴിഞ്ഞിരിക്കുന്നു. അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു രാവിലെ എഴുന്നേൽക്കണമെന്ന്. 6 മണിക്ക് അലാറം വെച്ച് കിടന്നു. ക്ഷീണം കാരണം അവളും പെട്ടെന്ന് ഉറങ്ങിപ്പോയി. രാവിലെ 6 മണിക്ക് നിർത്താതെ അലാറം അടിക്കുന്നുണ്ട്. നിദ്ര അതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു. ശബ്ദം കേട്ടിട്ടാണ് ഷോൺ ഉണരുന്നത്. അവൻ ഫോൺ എടുത്ത് അലാറം ഓഫ് ചെയ്തു. നിദ്രയെ നോക്കിയപ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണ്. അലാറം 7 മണിക്ക് സെറ്റ് ചെയ്ത് അവൻ ഫോൺ ബെഡിൻ്റെ ഒരു വശത്ത് വെച്ചു. രാത്രിയിലെ കാര്യങ്ങൾ ഷോൺ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. താൻ എങ്ങനെ അത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയി? ഷോണിനൊരു പിടിയുമില്ലായിരുന്നു. ക്ഷീണം കാരണം താൻ ഉറങ്ങിയതാവും എന്ന് കരുതി അവനത് വിട്ടുകളഞ്ഞു. നിദ്രയുടെ അരികിലേക്ക് നീങ്ങിക്കിടന്നു. ഉറങ്ങുന്ന അവളെ നോക്കിയിരുന്നു. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ ഷോൺ പതിയെ മാടിയൊതുക്കി.
ഉറക്കത്തിനിടയിലും ചെറുതായി ചുളിഞ്ഞ അവളുടെ പുരികവും സമാധാനത്തോടെ അടഞ്ഞു കിടക്കുന്ന കണ്ണുകളും കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു മൃദുചിരി വിരിഞ്ഞു. ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെയാണല്ലോ. എൻ്റെ കുഞ്ഞ് തന്നെയാ നീ. നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നത് വരെ നീ മതി എനിക്ക് കുഞ്ഞായിട്ട്, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ കുറച്ചു നേരം അവളെ തന്നെ നോക്കിക്കിടന്നു. അതിനിടയിൽ രാത്രിയിലെ സംഭവങ്ങൾ ഓർക്കാൻ വീണ്ടും ശ്രമിച്ചു. എന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. സാധാരണ ഇങ്ങനെ പെട്ടെന്ന് ഉറങ്ങിപ്പോവാറില്ല. പക്ഷെ ഇന്നലെ തല ബെഡിൽ തൊട്ടതും ഒന്നും അറിയാതെ ഉറക്കം പിടിച്ചിരുന്നു. ക്ഷീണം തന്നെയായിരിക്കുമോ? ഒരു നിമിഷം സംശയം തോന്നിയെങ്കിലും അവൻ വീണ്ടും അത് മനസ്സിൽ നിന്ന് മാറ്റി. നിദ്ര ഉറക്കത്തിൽ ചെറുതായി അവൻ്റെ ഭാഗത്തേക്ക് നീങ്ങിക്കിടന്നതും ഷോണിൻ്റെ കണ്ണുകൾ മൃദുവായി വിടർന്നു. അവളുടെ കൈ പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് കിടന്നു. ഉറക്കത്തിനിടയിലും അവനെ തേടിയെത്തിയ പോലെ അവൻ പതിയെ അവളുടെ നെറ്റിയിൽ വീണ മുടിയിഴ വീണ്ടും ഒതുക്കി വളരെ സൂക്ഷിച്ചു നെറുകയിൽ ഒരു മുത്തം നൽകി. അവൾ ചെറുതായി അനങ്ങിയെങ്കിലും വീണ്ടും അവൻ്റെ അരികിലേക്ക് ചേർന്ന് സുഖമായി കിടന്നു. ഇനി 1 മണിക്കൂർ കൂടെ ഉറങ്ങിക്കോ, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. പുലരിയുടെ വെളിച്ച മുറിയിലേക്ക് പതിയെ കയറി തുടങ്ങുമ്പോൾ മുറിക്കുള്ളിൽ ഇപ്പോഴും ഒരു ശാന്തത നിറഞ്ഞു നിന്നു. പക്ഷെ ഷോണിൻ്റെ മനസ്സിൽ ഇന്നലെയുടെ ആ ചെറിയ സംശയം എവിടെയോ ബാക്കി നിന്നിരുന്നു. ഓരോന്ന് ഓർത്ത് പിന്നെ അവൻ ഉറങ്ങാനായില്ല. അവളെ നന്നായി പുതപ്പിച്ചു അവൻ വാഷ്റൂമിലേക്ക് നടന്നു. പെട്ടെന്ന് ഫ്രഷായി തൻ്റെ റൂമിനോട് ചേർന്നുള്ള വർക്കൗട്ട് റൂമിലേക്ക് നടന്നു. എന്തോ ഓർത്തതും അവൻ തിരിഞ്ഞു നടന്നു. വാർഡ്രോബ് തുറന്നു. അതിൽ നിറയെ നിദ്രയ്ക്ക് വേണ്ടി വാങ്ങിയ ഡ്രസ്സുകളായിരുന്നു. സാരിയും ചുരിദാറും കാഷ്വൽ വെയറും പാർട്ടി വെയറും നൈറ്റ് വെയറും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്നും മഞ്ഞ നിറത്തിലുള്ള സാരി സോഫയിൽ വെച്ച് അതിന് മേലെ ഒരു വെള്ളക്കടലാസ് എടുത്ത് അതിലെന്തോ എഴുതി സാരിയുടെ മേലെ വെച്ച് അത് പറന്നു പോവാതിരിക്കാൻ ഒരു ഗ്ലാസ് പ്രിസവും വെച്ച് അവൻ തിരിഞ്ഞു നടന്നു. 7 മണിക്ക് അലാറം അടിച്ചുകൊണ്ടേയിരുന്നു. നിദ്ര ഫോൺ എടുത്ത് ഓഫ് ചെയ്ത് തലയണയിലേക്ക് മുഖം പൂഴ്ത്തി വീണ്ടും ചുരുണ്ടു കിടന്നു. പെട്ടെന്നാണ് അവൾക്ക് എന്തോ ഓർമ്മ വരുന്നതും ചാടി എഴുന്നേൽക്കുന്നതും. അയ്യോ, ഇന്നലെ എൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ എന്നും പറഞ്ഞു വീണ്ടും ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സമയം 7:10 കഴിഞ്ഞിരുന്നു. ഇത്രയും വൈകിയോ? ഞാൻ 6 മണിക്ക് സെറ്റ് ചെയ്തതല്ലേ, ആരാ ഇത് മാറ്റിയേ എന്നും പറഞ്ഞ് തല ചരിച്ച് നോക്കിയതും ഷോൺ കിടന്നിടം ശൂന്യമായിരുന്നു. ഇങ്ങനെ നേരത്തെ എഴുന്നേറ്റോ? എന്നെ വിളിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ രാത്രിയിലെ കാര്യത്തിൽ എന്തേലും സംശയം തോന്നിക്കാണോ? നിദ്രയുടെ മനസ്സിൽ ഭയം നിറഞ്ഞു. ഇനിയും ചിന്തിച്ച് നിന്ന സമയം വൈകുമെന്ന തോന്നലിൽ അവൾ ചിന്തകളെ പാടെ മായ്ച്ചു കളഞ്ഞു. ബെഡിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. സോഫയിലെ മഞ്ഞ സാരിയിലേക്കും അതിനു മേലെ കിടക്കുന്ന പേപ്പറിലേക്കും അവളുടെ കണ്ണുകൾ നീണ്ടു. കൈകൾ ചെറുതായി വിറച്ചുകൊണ്ട് നിദ്ര ആ വെള്ള കടലാസ് എടുത്തു. ഹൃദയം എന്തിനോ വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. ഷോണിൻ്റെ കൈയെഴുത്ത് കണ്ടതും ഒരു നിമിഷം അവൾ നിശ്ചലമായി. ഗുഡ് മോർണിംഗ് മിസ്സിസ് ഷോൺ. ഞാൻ നിന്നെ വിളിക്കാതെ പോയതിനെ ആദ്യം തന്നെ ഒരു സോറി പറയുന്നു. നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് ഉണർത്താൻ തോന്നിയില്ല. നീ ഉറങ്ങുന്നത് നോക്കിയിരിക്കാൻ എന്ത് രസാണെന്നോ. ആ നിഷ്കളങ്കമായ മുഖം, അടഞ്ഞു കിടക്കുന്ന കണ്ണുകളും അവയെ ചുറ്റിയ നീളം കൺപീലികളും, ഉറക്കത്തിനിടയിലും ചെറുചുരി ഒളിപ്പിക്കുന്നത് പോലെ തോന്നുന്ന ആ ചെഞ്ചുണ്ടുകളും കാണും തോറും കണ്ണുകൾ മാറ്റാൻ തോന്നിയില്ല. പിന്നെ ഉറക്കത്തിനിടെ സ്ഥാനം മാറിക്കിടക്കുന്ന നിന്റെ ആ സാരി. ചില കാഴ്ചകൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പോലും സമ്മതിക്കില്ല. അറിയാതെ തന്നെ നിന്നിലേക്ക് വീണ്ടും വീണ്ടും കണ്ണുകൾ വഴുതി വീഴും. ഞാൻ കുറച്ചു നേരം മാത്രമേ നോക്കിയുള്ളൂ കേട്ടോ. എനിക്ക് അതൊക്കെ നിന്റെ സമ്മതത്തോടു കൂടിയാ കാണേണ്ടത്. ഞാൻ അതിനു വേണ്ടിയാ കാത്തിരിക്കുന്നതും. ഓരോ വരികളും നിദ്രയുടെ മുഖത്ത് ചുവപ്പണിയിച്ചു. ഇന്ന് എൻ്റെ പെണ്ണിനെ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. ആദ്യം സോഫയിൽ വെച്ചിരിക്കുന്ന സാരി ഇട്ട് റെഡിയാവണം. സർപ്രൈസ് എന്താണെന്ന് വഴിയെ പറയാം. വിത്ത് ലവ്, നിന്റെ മാത്രം ഇച്ചായൻ. ഐ ലവ് യു. അവസാന വരി വായിച്ചതും നിദ്രയുടെ കണ്ണുകൾ ഒന്ന് വലുതായി. ഐ ലവ് യു. അവസാന വരി വീണ്ടും വീണ്ടും വായിക്കാതെ അവൾക്ക് കഴിഞ്ഞില്ല. ഷോണിൻ്റെ കൈയെഴുത്തിൽ ആ സ്നേഹവും ചെറിയ കുസൃതിയും കണ്ടതും അവളുടെ അതരങ്ങളിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇച്ചായൻ എന്ന് പതുക്കെ വിളിച്ചു നോക്കിയെങ്കിലും മുറിയിൽ നിശബ്ദത മാത്രം. ഇത്രയും നേരം ഉണ്ടായിരുന്ന ഹൃദയത്തിനുള്ളിൽ ആ ഭയം എപ്പോഴും അലിഞ്ഞു പോയിരുന്നു.
പകരം എന്തോ മധുരമായൊരു കൗതുകം. സർപ്രൈസ് എന്തായിരിക്കും അത്? സാരിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൾ ബെഡിലേക്കൊന്ന് നോക്കി. ഇച്ചാൻ്റെ സർപ്രൈസ് എന്താവും എന്ന ചിന്തയിൽ കണ്ണുകളിൽ ചെറിയ തിളക്കം നിറഞ്ഞു. അന്നേരം അവൾ ഫോൺ കോളിൻ്റെ കാര്യവും തൻ്റെ ലക്ഷ്യവും ഒക്കെയും മറന്നിരുന്നു. സമയം വൈകുന്നതോർത്തവൾ ബ്ലൗസും പാവാടയും ഇന്നർ വെയേഴ്സും എടുത്ത് വാഷ്റൂമിലേക്ക് ഓടി. ഷവറിൽ നിന്നും ശരീരത്തിലെ വെള്ളം വീഴുമ്പോൾ അവൻ്റെ സർപ്രൈസ് എന്തായിരിക്കും എന്ന ചിന്തയായിരുന്നു. അതിനിടയിൽ ആ ഫോൺ കോളും വീഡിയോയും മനസ്സിലേക്ക് ഓടിക്കയറിയതും അവളുടെ സന്തോഷം പൊടുന്നനെ മാഞ്ഞുപോയി. കുളി കഴിഞ്ഞപ്പോഴാണ് ടവൽ എടുത്തില്ലെന്ന കാര്യം ഓർമ്മ വരുന്നത്. നനവോടെ പാവാടയും ബ്ലൗസും ധരിച്ച് മുറിയിലേക്ക് വന്നു. അവൻ മുറിയിലേക്ക് വന്ന തന്നെ ഈ കോലത്തിൽ കണ്ട ശരിയാവില്ലെന്ന് കരുതി തല പോലും ശരിക്കും തുടയ്ക്കാതെ സാരി ഉടുക്കാൻ തുടങ്ങി. മുറിയിലെ സ്റ്റാൻഡിംഗ് മിററിന് മുന്നിൽ നിന്ന് മുന്താണിയുടെ ഭാഗം നേരെയാക്കുമ്പോഴാണ് അകത്തെ മുറിയുടെ ഡോറും തുറന്ന് അവൻ വരുന്നത്. ബെഡ്റൂമിനകത്ത് അതുപോലൊരു മറ്റൊരു മുറി ഉണ്ടെന്ന കാര്യം അവൾ അറിഞ്ഞതേയില്ല. വെറും പാൻറ് മാത്രം ധരിച്ചിട്ടാണ് അവനുള്ളത്. അവൻ്റെ ദൃഢമായ ശരീരം കണ്ടതും അവൾ ഉമിനീരിറക്കി. അറിയാതെ അവനെ നോക്കിപ്പോയി. അവളുടെ നോട്ടം കണ്ട് അവന് ചിരിയും വരുന്നുണ്ട്. സ്വബോധത്തിലേക്ക് വന്ന അവൾ മുഖം തിരിഞ്ഞു നിന്നു. കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ അവൻ അവളുടെ അരികിലേക്ക് നടന്നു. സാരിയുടെ മുന്താണിയിൽ പിടിച്ചതും അത് ഊരിപ്പോകുന്നത് തിരിച്ചറിഞ്ഞ അവൾ വിറയലോടെ സാരിയുടെ മുന്താണി കൂട്ടിപ്പിടിച്ചു. ഒപ്പം 2 കൈകൊണ്ട് തൻ്റെ മുൻവശം മറച്ചു പിടിച്ചു. വല്ലാത്ത ഭാവത്തിൽ അവൾ അവളുടെ അരികിലേക്ക് നടന്നതും അവൾ ഒരു തരം പിടച്ചിലോടെ പിന്നിലോട്ട് നീങ്ങി. ഒടുവിൽ അവൾ ആ മിററിൽ തട്ടി നിന്നതും അവൻ തൻ്റെ 2 കൈവച്ച് അവളെ ലോക്ക് ചെയ്ത് നിർത്തി. അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. നാണത്തോടെയും വെപ്രാളത്തോടെയും തന്നെ ഉറ്റുനോക്കുന്ന ആ കണ്ണിലേക്ക് അവൻ്റെ കണ്ണുകൾ ആഴ്ന്നിറങ്ങി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് കൂടെ അലഞ്ഞു നടന്നു. അവളുടെ നെഞ്ചിടിപ്പിൻ്റെ വേഗത കൂടി വന്നു. പിടയ്ക്കുന്ന അവളുടെ കണ്ണുകൾ, വിറയ്ക്കുന്ന അവളുടെ അധരങ്ങൾ. അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവളുടെ കീഴ്ച്ചുണ്ട് അവൻ പതിയെ ഒന്ന് തഴുകി. അവനെ അത് ശരിക്കും കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നിശ്വാസം മുഖത്ത് തട്ടിയതും അവൾ കണ്ണിറുക്കി അടച്ചു. കണ്ണുകൾ അടച്ച നിദ്ര ഒരു നിമിഷം ശ്വാസം പോലും പിടച്ചു പോയ പോലെ നിന്നു. അവൻ പതിയെ അവളുടെ കണ്ണിലേക്ക് ഊതിയതും അവൾ ചെറുതായി ഞെട്ടി കണ്ണു തുറന്നു. ഇത്ര ടെൻഷനോ? അവൻ ചെറുചിരിയോടെ ചോദിച്ചു. നിദ്ര ഉടനെ കണ്ണ് മാറ്റി. ഞാൻ ടെൻഷൻ അടിച്ചില്ലല്ലോ, അവൾ ഇല്ലാത്ത ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ വിറയൽ? അവൻ കളിയോടെ ചോദിച്ചതും അവൾക്ക് മറുപടി പറയാൻ പറ്റിയില്ല. നിദ്ര, നീ തല നേരെ തുടച്ചില്ലേ? അവളുടെ മുടി പിന്നിലേക്ക് മാടിയൊതുക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞില്ല. മിററിനരികിൽ കിടക്കുന്ന ടവലെടുത്ത് അവളുടെ തല തുടച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് കൂടെ ഒഴുകി നടന്നു. തിരികെ അവളുടെ കണ്ണുകളും അവൻ്റെ മുഖത്ത് കൂടെ അലയുന്നുണ്ട്. അവൻ്റെ ആഴമുള്ള കണ്ണുകളും നേരെ നിവർന്ന മൂക്കും, മുഖത്തിനൊരു പ്രത്യേക ഗൗരവം നൽകുന്ന വെട്ടിയൊതുക്കിയ മീശയും താടിയും, അലസമായി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി, എല്ലാം കൂടി അവനെ കൂടുതൽ ആകർഷകനാക്കി തോന്നിപ്പിച്ചു. അതിൻ്റെ നടുവിലായി അവൻ ചെറുതായി ചിരിക്കുമ്പോഴൊക്കെ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആ ചുവന്ന അധരങ്ങൾ. അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും അവിടേക്കാണ് വഴുതി വീണത്. അവൻ അടുത്ത് നിൽക്കുമ്പോൾ പോലും അവളുടെ ഹൃദയം എന്തിനോ പതിവിലധികം മിടിച്ചു. ആ മുഖത്ത് നിന്നും കണ്ണുകൾ മാറ്റാൻ അവൾക്കൊരു നിമിഷം പോലും തോന്നിയില്ല. അവളുടെ നോട്ടം കണ്ട് അവനിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്താണ് ഭാര്യയെ ഇങ്ങനെ നോക്കുന്നത്? അവൻ ചെറുചിരിയോട് ചോദിച്ചതും അവളുടെ കവിളുകൾ ചുവന്നു. എന്തേ, നോക്കാൻ പാടില്ലേ? എൻ്റെയല്ലേ? അവൾ പതിയെ ചോദിച്ചു. പാടില്ലെന്ന് ആരാ പറഞ്ഞേ? അവൻ അല്പം കൂടി അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കൺട്രോൾ പോവും. പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് പോലും അറിയില്ല. അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? അവൻ്റെ നോട്ടവും ഭാവവും കണ്ടതും അവൾ വിഷയം മാറ്റാനെന്ന വണ്ണം ചോദിച്ചു. അതൊക്കെ പറയാം, പക്ഷെ അതിനു മുൻപ് എനിക്കിത് വേണം. ഞാൻ എടുക്കട്ടെ? എന്തെടുക്കട്ടെ എന്ന് തൻ്റെ അതരങ്ങളിൽ തഴുകിക്കൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിനർത്ഥം മനസ്സിലായ നിദ്ര ഒന്നും അറിയാത്ത മട്ടിൽ കണ്ണു മിഴിച്ചതും അവൻ അവളുടെ നെറുകയിൽ മുത്തി. പിന്നെ അവളുടെ മൂക്കിൻ തുമ്പിലും കവിളിലും, പിന്നെ അത് അവളുടെ ചുണ്ടിനരികിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അവൻ്റെ ചുടു നിശ്വാസം മുഖത്ത് തട്ടുന്നുണ്ട്. അവൻ പതിയെ അവളുടെ മുഖം കൈകളിൽ കോർത്തെടുത്തു. എടുക്കട്ടെ ഞാൻ? ഹസ്കി വോയിസിൽ അവളുടെ കാതോരം ചോദിച്ചു.
മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ വിറയുന്ന കണ്ണുകൾ അവൻ്റെ കണ്ണുകളെ തേടി നിന്നു. ഒരു നിമിഷം ശ്വാസങ്ങൾ മാത്രം തമ്മിൽ തട്ടിയുണർന്നു. അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടുകൾ സാവധാനം അവളുടെ അതരങ്ങളെ സ്പർശിച്ചു. ആ സ്പർശം അത്രയും മൃദുവായിരുന്നു, പൂവിൻ്റെ ഇതളിൽ മഴത്തുള്ളി വീഴുന്നത് പോലെ. നിദ്രയുടെ കണ്ണുകൾ സ്വയം അടഞ്ഞു. അവളുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി. ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാനത്ര വേഗത്തിൽ ഉയർന്നു. അവൻ അവളുടെ അതരങ്ങളെ സ്നേഹത്തോടെ നുണഞ്ഞപ്പോൾ അവളുടെ ശ്വാസം ചെറുതായി വിറച്ചു. ചുറ്റുമുള്ള ലോകം മങ്ങിയതുപോലെ, ഇടയ്ക്കിടെ അവളുടെ ശ്വാസം കവർന്നെടുക്കുന്നത് പോലെ അവൻ ആഴത്തിൽ ചുംബിച്ചു. അവളുടെ നഖങ്ങൾ അവൻ്റെ പുറം മേനിയിൽ അമർന്നു. ഇരുവരുടെയും ശ്വാസം ഒന്നായി തീർന്നു. ആവേശത്തോടെ കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നുണയുമ്പോൾ അവൻ്റെ കൈവിരലുകൾ അവളുടെ വയറിലൂടെ ഇഴഞ്ഞു നീങ്ങി. അവളുടെ ചുണ്ടും കടന്ന് അവൻ അവളുടെ നാവിലേക്ക് ചേക്കേറി. നാവുകൾ തമ്മിൽ നാഗത്തെപ്പോലെ ചുറ്റിപ്പിണഞ്ഞു. അവളിൽ നിന്നുയർന്ന ശീൽക്കാരങ്ങൾ അവനിലെ വികാരത്തെ ഉണർത്തി. നിമിഷങ്ങൾ കടന്നുപോയി. അവൻ്റെ ചുംബനത്തിൽ അവൾ തളർന്നു തുടങ്ങിയെന്ന് മനസ്സിലായതും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ അവളുടെ മുഖം ചുവന്നു വന്നിട്ടുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ നാണിച്ച് തല താഴ്ത്തി നിൽക്കുന്ന പെണ്ണിൻ്റെ മുഖം അവൻ തനിക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു. അവൻ വീണ്ടും അവളുടെ ചുണ്ടിൽ ഉമ്മ വെക്കാൻ ഒരുങ്ങിയതും നിദ്ര നാണത്തോടെ മുഖം തിരിഞ്ഞ് കണ്ണാടിയിലേക്ക് നോക്കി നിന്നു. അന്നേരം കണ്ണാടിയിൽ പതിഞ്ഞത് സ്വന്തം നാണം കൊണ്ട് ചുവന്ന മുഖവും പിന്നിൽ തനിക്കരികെ നിൽക്കുന്ന അവൻ്റെ പ്രതിബിംബവും. നിദ്രയുടെ ശ്വാസം ഇപ്പോഴും ചെറുതായി പിടഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ചുംബനത്തിൻ്റെ ചൂടാതരങ്ങളിൽ നിന്നും ഇനിയും മാഞ്ഞിരുന്നില്ല. അവൾ കണ്ണുകൾ താഴ്ത്തി നിന്നെങ്കിലും കണ്ണാടിയിലൂടെ അവൻ്റെ നോട്ടം തന്നെ പിന്തുടരുന്നത് അവൾ വ്യക്തമായി കണ്ടു. ഷോൺ പതിയെ അവളുടെ പിന്നിലേക്ക് ചേർന്ന് നിന്നു. അവൻ്റെ വിരലുകൾ സാവധാനം അവളുടെ അരികിലൂടെ നീങ്ങി. മുടിയിഴകൾ ഒരു വശത്തേക്ക് മാറ്റിയതും നിദ്ര ഒന്ന് വിറച്ചു. അവളുടെ ബ്ലൗസിൻ്റെ പിറകിലെ വള്ളി അഴിഞ്ഞു കിടപ്പുണ്ട്. അതവൻ ശ്രദ്ധയോടെ കെട്ടിക്കൊടുക്കുമ്പോൾ അവൾ പ്രണയത്തോടെ കണ്ണാടിയിലൂടെ അവനെ നോക്കി. അടുത്ത നിമിഷം അവൻ്റെ നോട്ടം അവളിലേക്ക് നീണ്ടതും ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഒരു നിമിഷം പറ്റിപ്പിടിച്ചു നിന്നു. അവളുടെ ശ്വാസം ചെറുതായി വിറയുമ്പോൾ അരയിൽ നിന്നും സാരിയുടെ അറ്റം അവൻ മൃദുവായി ഒന്ന് മാറ്റി. തണുത്ത കാറ്റ് തൊട്ടതുപോലെ അവളുടെ വെളുത്ത വയറിൽ ഒരു ചെറുവിറയൽ പടർന്നു. നാണത്തിൽ അവളുടെ കണ്ണുകൾ താഴ്ന്നെങ്കിലും കണ്ണാടിയിൽ അവൻ്റെ നോട്ട് ഇപ്പോഴും അവളിൽ തന്നെ തങ്ങി നിന്നിരുന്നു. അവൻ്റെ വിരലുകൾ അവളുടെ അരികിലൂടെ പതിയെ സഞ്ചരിക്കുമ്പോൾ ആ സ്പർശത്തിൻ്റെ ചൂടിൽ അവളുടെ ശ്വാസം വീണ്ടും ഒന്ന് കുടുങ്ങി. മുറിയിലാകെ പരന്നിരുന്ന നിശബ്ദതയിൽ ഇരുവരുടെയും ഹൃദയമിടിപ്പ് മാത്രം കൂടുതൽ വ്യക്തമായി കേൾക്കുന്നത് പോലെ തോന്നി. അവളുടെ മുഖത്ത് നിന്നും ആ നോട്ടം അവളുടെ വയറിലെത്തി. അവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ ആ കാഴ്ച കണ്ണു നിറയെ നോക്കി. വെളുത്ത കുഞ്ഞു വയറ്, ഒത്ത നടുവിൽ അത്യാവശ്യം ആഴമുള്ള ചുഴി, വയറിന് ചുറ്റും സ്വർണ്ണ നിറമുള്ള കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ. അതിൻ്റെ ഭംഗി കൂട്ടാനെന്ന വണ്ണം വയറിനോട് ചേർന്ന് കിടക്കുന്ന പൊന്നരഞ്ഞാണം. അവൻ ആ കാഴ്ച പ്രണയത്തോടെയും കൊതിയോടെയും നോക്കി നിന്നു. അവൻ അവിടുന്ന് കണ്ണെടുക്കാനായില്ല. കണ്ണാടിയിൽ കൂടി അവളെ നോക്കിയപ്പോൾ അവൾ നാണത്താൽ മുഖം താഴ്ത്തിയിട്ടുണ്ട്. അവൻ കുറുമ്പ് നിറഞ്ഞ ചിരിയാൽ അവളുടെ നാഭിച്ചുഴിക്ക് ചുറ്റും കള്ളം വരച്ചു. വേണ്ട. അവളുടെ ശബ്ദം നേർത്തിരുന്നു. അവളിലെ ശീൽക്കാരം അവനിലെ ആവേശം ഇരട്ടിച്ചു. ഇച്ചായൻ അവളെ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നി. എന്താ, ഒന്നുകൂടെ വിളിച്ചേ? അവളുടെ കാതോരം മുത്തിക്കൊണ്ട് പറയവേ അവൾ നാണത്തോടെ ഇല്ലെന്ന് തലയണക്കി. അത് കേൾക്കാൻ വേണ്ടി അവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് അവൻ പതിയെ വിരലുകൾ ആഴ്ച നിമിഷം അവൾ ശ്വാസം എടുക്കാൻ പോലും മറന്നിരുന്നു. അവളിൽ നിന്നും ശീൽക്കാരത്തിൻ്റെ നേർത്ത സ്വരങ്ങൾ ഉയർന്നു. സാരി കൂട്ടിപ്പിടിച്ച അവളുടെ കൈകൾ അയഞ്ഞു. മാറിൽ നിന്നും സാരി ഊർന്നിറങ്ങിയ നിമിഷം അവൻ്റെ കണ്ണുകൾ വിടർന്നു. ആ കാഴ്ച അവൻ അത്രയും മനോഹരമായി തോന്നി. അവൾ എന്തെങ്കിലും പ്രവർത്തിക്കും മുൻപ് അവൻ അവളുടെ ഇരു കൈയും തൻ്റെ കൈകളാൽ കോർത്തു വെച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ പിൻകഴുത്തിലും തോളിലും അവൻ്റെ ചുണ്ടുകൾ അമർന്നുകൊണ്ടേയിരുന്നു. കണ്ണുകൾ ഇറുകെ പൂട്ടി കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് നിൽക്കുന്ന പെണ്ണ് അവൻ്റെ മതി മറന്നു പോയിരുന്നു. അവളുടെ കയ്യിലെ അവൻ്റെ പിടുത്തം അയഞ്ഞു തുടങ്ങി. അവളിൽ നിന്നുള്ള എതിർപ്പുകൾ കുറഞ്ഞു വന്നു. കണ്ണാടിയിലൂടെ അവളുടെ ഓരോ പ്രതികരണവും നോക്കി നിന്ന ഷോണിൻ്റെ കണ്ണുകളിൽ സ്നേഹവും കാമുകൻ്റെ കളിയുന്ന ചിരിയും ഒരുമിച്ച് തെളിഞ്ഞു.
അവൻ പതിയെ അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി കുനിഞ്ഞു നിന്ന് അവളുടെ പൊക്കിൽ ചുഴിക്ക് മേലെ ചുണ്ടമർത്തി. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ വയറിൽ മുള്ളുപോലെ കുത്തിയിറങ്ങി. നാവ് കൊണ്ട് പൊക്കിൽ ചുഴിയുടെ ആഴം അളന്നതും അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു അവൻ്റെ മുടിയിൽ വിരലുകളാൽ കോർത്ത് വലിച്ചു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ് ഇരുവരും അകന്ന് മാറുന്നത്. ഷോണിൻ്റെ ഫോണായിരുന്നു അത്. അവൻ മുഖം ചുളിച്ചുകൊണ്ട് എഴുന്നേറ്റു. സ്വബോധത്തിലേക്ക് വന്നവൾ നാണത്തോടെയും പിടച്ചിലോടെയും തൻ്റെ സാരി തലപ്പ് എടുത്ത് മാറി മറച്ചു മുഖം തിരിഞ്ഞു നിന്നു. അത് കണ്ട് അവന് ചിരി വന്നു. അപ്പോഴേക്കും ഫോൺ കട്ടായി. താങ്ക്സ്, ഇത്രയും മനോഹരമായ നിമിഷം സമ്മാനിച്ചതിന്. ഫോൺ റിങ് ചെയ്തില്ലായിരുന്നെങ്കിലേ എന്തൊക്കെയോ നടന്നേനെ. ഇനി ബാക്കി രാത്രിയിൽ, അവളുടെ കാതിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ ഫോൺ എടുത്ത് നോക്കി. ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു കോൾ വന്നത്. അവൻ തിരികെ വിളിച്ച് സംസാരിക്കുന്ന നേരത്ത് നിദ്ര സാരിയൊക്കെ നേരെയാക്കി പെട്ടെന്ന് റെഡിയായി. സമയം 8 മണി ആയെന്ന് കണ്ടതും നിദ്രയ്ക്ക് താഴേക്ക് പോവാൻ നേരിയ ഭയം തോന്നി. ഫോണിൽ സംസാരിക്കുന്ന അവൻ്റെ അരികിൽ ചെന്ന് തട്ടി വിളിച്ചു. താൻ താഴേക്ക് പോവുകയാണെന്ന് കണ്ണുകൊണ്ട് കാണിച്ചതും അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പൊയ്ക്കോ എന്ന പോലെ കണ്ണുകൊണ്ട് കാണിച്ചതും അവൾ നേരിയ ഭയത്തോടെ താഴേക്ക് നടന്നു. പടികൾ ഓരോന്നായി ഇറങ്ങുമ്പോൾ അവളുടെ ഹൃദയം അകാരണമായി മിടിച്ചു. വൈകി എഴുന്നേറ്റതിൽ എല്ലാവരും എന്ത് കരുതും എന്ന ഭയം അവളെ തളർത്തി. അതോടൊപ്പം ഷോൺ തൻ്റെ ശരീരത്തിൽ അതുപോലെയൊക്കെയും തൊട്ടപ്പോൾ തനിക്കെന്താ എതിർക്കാൻ പറ്റാത്തത്? ഇങ്ങനെയാണെങ്കിൽ താൻ ഭയന്നതൊക്കെയും സംഭവിക്കും. അത് ഭയന്നിട്ടല്ലേ താൻ ഇന്നലെ അവനെ ഉറക്കി കിടത്തിയത്. മനസ്സുകൊണ്ട് താൻ എപ്പോഴും അവൻ്റേത് മാത്രമായിരിക്കും. ശരീരം കൊണ്ട് പോന്നായ അതിനിട കൊടുക്കാൻ പാടില്ല. അവനിൽ നിന്നും ഒഴിഞ്ഞു മാറണം എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ഓരോന്ന് ഓർത്തുകൊണ്ട് അവൾ അടുക്കള വാതിൽക്കലിൽ എത്തി നിന്നു. അടുക്കളയിൽ സാറയും റബേക്കയും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നിദ്രയെ കണ്ടതും സാറ ഒരു തരം പുച്ഛം നിറഞ്ഞ ഭാവത്തിൽ അവളെ നോക്കി. പുതുപ്പെണ്ണ് എഴുന്നേൽക്കുന്ന സമയം 8 മണി. പുതിയ തലമുറയുടെ ഓരോ പരിഷ്കാരങ്ങളെ വീട്ടിൽ നിന്നും പഠിപ്പിച്ചു വിട്ടത് ഇതാണോ? പരിഹാസത്തോടെ സാറയത് പറയവേ നിദ്രയുടെ മുഖം വാടി. അത് റബേക്ക ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ നിദ്രേ, മമ്മി ഒരു തമാശ പറഞ്ഞതാ, താനത് സീരിയസ് ആയി എടുത്തോ? ഈ മമ്മിയുടെ ഒരു കാര്യം. റബേക്ക രംഗം മാനേജ് ചെയ്യാൻ നോക്കി. ആര് പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞതാണെന്ന്? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഒരു പെൺകുട്ടി എഴുന്നേൽക്കേണ്ട സമയമാണോ ഇത്? ഇതൊക്കെ നിന്റെ വീട്ടിൽ മതി, ഇവിടെ നടക്കില്ല. ഇവിടെ ചില ചിട്ടയും ശീലങ്ങളൊക്കെയുണ്ട്, അതിനനുസരിച്ച് ജീവിക്കണം. സാറ കടുപ്പിച്ച് പറഞ്ഞു. ഞാനിനി മുതൽ നേരത്തെ എഴുന്നേറ്റോളാം, നിദ്ര പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആ, ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചു. എനിക്കിത്തിരി വൃത്തിയും മെനയൊക്കെ വേണം. ഇവിടെ ജോലിക്കാരിയൊന്നുമില്ല. ഞാൻ തന്നെയാ ഒറ്റയ്ക്കും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ കുട്ടി എന്നെ എല്ലാത്തിനും സഹായിക്കണം. കുട്ടിയാണല്ലോ മൂത്ത മരുമോള്. ഷോണിന് വീട്ടിൽ ആഹാരം നിർബന്ധ. റോണിക്ക് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നിദ്ര ആയിരിക്കണം ഇനി മുതൽ എന്നെ സഹായിക്കേണ്ടത്. സഹായിക്കാം മമ്മി, നിദ്ര പറഞ്ഞു. ആ നേരത്താണ് ഡാനിയൽ അകത്ത് നിന്ന് നിദ്രയെ വിളിക്കുന്നത്. അത് കേട്ടതും നിദ്ര അകത്തേക്ക് നടന്നു. നിദ്ര പോയതും റബേക്ക അമ്മയെ കൂർപ്പിച്ചു നോക്കി. എൻ്റെ മമ്മി ആദ്യ ദിവസം തന്നെ ആ കുട്ടിയോട് ഇങ്ങനെ പെരുമാറണോ? മമ്മി എന്തൊരു സാധന. പാവം, എനിക്കെന്തോ കണ്ടപ്പോൾ വിഷമായി. ഷോണെങ്ങാനും ഇതറിഞ്ഞ? റബേക്ക അത്രയും പറഞ്ഞു നിർത്തി. അറിഞ്ഞാലിപ്പോൾ എന്താ, അവൻ എന്നെ മൂക്കിൽ കയറ്റോ? സാറയുടെ അടുത്തേ അവളുടെ ഒരു അടവും നടക്കില്ല. എൻ്റെ മമ്മി എന്താ ഇങ്ങനെ? മുൻപ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇല്ല, ആയിരുന്നില്ല. ഇനി മുതലേ ഞാൻ ഇങ്ങനെയാ, സാറ കടുപ്പിച്ചു പറഞ്ഞു. എന്തായാലും ജോലിക്കാരി ജാൻസി ചേച്ചിയോട് ഇനി മുതൽ വരേണ്ടെന്ന് പറയണ്ടായിരുന്നു. മമ്മിയുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇപ്പോഴേ ഒരു ജോലിക്കാരുടെ ആവശ്യമില്ല. നീ നിന്റെ പാട് നോക്കി പോരബു. അവൾ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. സാറയത് പറഞ്ഞതും റബേക്ക മുഖം വീർപ്പിച്ചു അകത്തേക്ക് നടന്നു. ഡാനിയലിൻ്റെ അരികിലെത്തിയ നിദ്ര അയാളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നോക്കി. ആഹാ, അച്ഛൻ്റെ നിദ്രമോള് ആളാകെ മാറിയല്ലോ. അയാളത് പറയവേ നിദ്ര വിടർന്ന മുഖത്തോടെ അയാളെ നോക്കി. മോള് അച്ഛന് നല്ലൊരു കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് വാ. മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കാപ്പി ഉണ്ടല്ലോ, അന്ന് ഞാൻ മോളുടെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കുടിക്കാൻ തന്നില്ലേ, അതുപോലെ ഒരെണ്ണം. അയ്യോ അച്ഛാ, അതെൻ്റെ അമ്മ ഇട്ടതാ. അതുപോലെ ആവില്ലെങ്കിലും ഞാൻ അതുണ്ടാക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് നിദ്ര സന്തോഷത്തോടെ അടുക്കളയിലേക്ക് നടന്നു. അന്നേരം അടുക്കളയിൽ സാറയും റബേക്കയും ഇല്ലായിരുന്നു. നിദ്ര ആത്മവിശ്വാസത്തോടെ കാപ്പി ഉണ്ടാക്കി തുടങ്ങി. മസാലക്കൂട്ടുകളൊക്കെയും
ഷെൽഫിൽ നിന്നും തപ്പിയെടുത്തു. ആ നേരത്താണ് സാറ അങ്ങോട്ട് വരുന്നത്. നിദ്ര അവരെ നോക്കി പുഞ്ചിരിച്ചു. ഗൗരവത്തിൽ സാറ തിരികെ അവളെ ഒന്ന് നോക്കി. പിന്നീട് അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന കാപ്പിയിലേക്കും. എന്താ ഇത്? മമ്മി, ഇത് അച്ഛനുള്ള കാപ്പിയാ. ഒരിക്കൽ അച്ഛന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അച്ഛന് ഇഷ്ടമായി ഇത്ര. ഇപ്പോൾ എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു. നിദ്രയുടെ വാക്കുകൾ സാറയുടെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. അച്ഛന് അമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്നു, അച്ഛന് അതിഷ്ടായെന്ന്. ഇല്ലെങ്കിലേ സാറയുടെ മനസ്സിൽ മാധവിയോട് നേരിയ വിരോധമുണ്ട്. ഇതുകൂടി ആയതും അത് ശക്തമായി. അച്ഛനോ? ആരുടെ അച്ഛൻ? സാറയുടെ സ്വരം കടുത്തു. അത് പിന്നെ ഡാനിയൽ അച്ഛനെ ഞാൻ അങ്ങനെയാ വിളിക്കുക. എന്നാ ഇനി മുതൽ ആ വിളി വേണ്ട. പപ്പ അങ്ങനെയാ മക്കൾ വിളിക്കാറ്. മമ്മി, എൻ്റെ അച്ഛൻ്റെ ഹൃദയം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. നിദ്രയ്ക്ക് വാക്കുകൾ ഇടറി. നിന്റെ അച്ഛൻ്റെ ഹൃദയം വെച്ചെന്ന് കരുതി എൻ്റെ ഭർത്താവ് നിനക്കച്ഛനാവോ? അങ്ങേർക്ക് മക്കൾ 3, അല്ലാതെ 4 അല്ല. ഷോണും റോണിയും റെബുവും. മരുമകൾ മരുമകളുടെ സ്ഥാനത്ത് നിന്നാൽ മതി. എൻ്റെ ഭർത്താവിന് എന്തു കൊടുക്കണമെന്ന് എനിക്കറിയാം. നീയേ എൻ്റെ മോൻ്റെ കാര്യം മാത്രം നോക്കി എന്നും പറഞ്ഞ് അടുപ്പത്തിരിക്കുന്ന കോഫി ഓഫ് ചെയ്ത് അത് സിങ്കിലേക്ക് കളഞ്ഞു. സാറയുടെ പ്രവൃത്തി നിദ്രയെ ഞെട്ടിച്ചു. നിദ്രയെ കടുപ്പിച്ച് നോക്കി സാറ ഒരു കപ്പെടുത്ത് കോഫി മഗിൽ നിന്നും കോഫി ഒഴിച്ച് അകത്തേക്ക് നടന്നു. സാറയുടെ വാക്കുകൾ നിദ്രയുടെ ഹൃദയം കീറി മുറിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി. ആദ്യമായി അച്ഛൻ തന്നോട് ഒരു കാപ്പി ആവശ്യപ്പെട്ടിട്ട് തനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് നിദ്രയുടെ നെഞ്ചു നീറി. സാറ നീട്ടിയ കോഫി കപ്പ് കണ്ട് ഡാനിയൽ സാറയൊന്ന് നോക്കി. നിദ്ര മോളോട് ഞാൻ മസാല കോഫി ഇടാൻ പറഞ്ഞിരുന്നു, അവൾ എവിടെ? ഓഹ്, ഒരു നിദ്ര മോള്. സാറ പിറുപിറുത്തു. ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി അവൾ അയാളെ നോക്കി ചിരിച്ചു. ആണോ? എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. അച്ഛൻ മമ്മിയോട് കോഫി ചോദിച്ചു എന്നാണല്ലോ. അതല്ല ഞാൻ കൊണ്ടുവന്നേ. അതെന്താ കുട്ടി അങ്ങനെ പറഞ്ഞേ? ആ കുട്ടിക്ക് അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരിക്കും, പാവം. സാറ നന്നായിട്ട് അഭിനയിച്ചു. അവൾ പറഞ്ഞത് കേട്ട് ഡാനിയൽ എന്തൊക്കെയോ ആലോചിക്കുകയായിരുന്നു. അതൊക്കെ വിട്. നിങ്ങൾ ഇതും കുടിച്ച് പെട്ടെന്ന് കുളിച്ച് റെഡിയാവ്. നമുക്ക് പള്ളിയിലോട്ട് പോവണ്ടേ? സാറ വിഷയം മാറ്റി. നിറയാൻ വെമ്പുന്ന മിഴികളെ നിദ്ര ശാസിച്ചു നിർത്തി. എന്തോ സങ്കടം അടക്കാനാവുന്നില്ലായിരുന്നു. ആ നേരത്താണ് തണുത്തതും മൃദുവായതുമായ കരങ്ങൾ അവളുടെ വയറിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിക്കുന്നത്. ചുടുനിശ്വാസം കഴുത്തിൽ പതിയുന്നുണ്ട്. നിദ്ര ഒരുതരം വിറയലോടെയും ഭയത്തോടെയും തിരിഞ്ഞു നോക്കി. അത് ഷോണാണെന്ന് കണ്ടതും അവളുടെ ഉള്ളിലെ ഭയത്തിന് നേരിയ അയവ് വന്നു. ആ നിമിഷം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചായഞ്ഞു. എന്ത് പറ്റി എൻ്റെ കുഞ്ഞിന്? കരഞ്ഞോ? അവൾ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഷോൺ ചോദിച്ചു. ഹേയ്, ഇല്ലല്ലോ, ഞാനെങ്ങും കരഞ്ഞില്ല. കണ്ണിലെ ഒരു പൊടി പോയതാ. നിദ്ര ചിരിക്കാൻ ശ്രമിച്ചു. ആണല്ലേ? എന്നാ ആ പൊടി ഞാൻ എടുത്തു തരട്ടെ. അവൻ്റെ സ്വരം മൃദുലവും നേർത്തതുമായിരുന്നു. ആ നേരത്താണ് സാറ അങ്ങോട്ട് വരുന്നത്. ഇരുവരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടതും സാറയുടെ മുഖം ഇരുണ്ടു. ഷോൺ! സാറയുടെ ശബ്ദം കേട്ട് ഇരുവരും അകന്ന് മാറി. സാറ ഇരുവരെയും മാറി മാറി നോക്കി. അത് കണ്ട് നിദ്ര തല കുനിച്ചപ്പോൾ ഷോണിൽ കാര്യമായ ഭാവമാറ്റമൊന്നുമില്ല. ഇതെന്താ, ബെഡ്റൂം അടുക്കളയിലോട്ട് മാറ്റിയോ? പരിഹാസത്തോടെയുള്ള സാറയുടെ സംസാരം കേട്ട് ഷോൺ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. മാറ്റിയോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഷോൺ, നീ എന്താ എന്നെ കളിയാക്കാണോ? അടുക്കളയിൽ നിന്നും തോന്നിവാസം കാട്ടിയതും പോരാ, അധിക പ്രസംഗം നടത്തുന്നു. എൻ്റെ മമ്മി ഞങ്ങളൊന്ന് ഹഗ് ചെയ്തതാണോ ഇപ്പം ഇത്രയും വലിയ കുറ്റമായത്? ദേ, ഞാനിപ്പോൾ മമ്മിയെ ഹഗ് ചെയ്തില്ലേ, എന്തേലും പ്രശ്നമുണ്ടോ? ഷോൺ തൻ്റെ മമ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഷോൺ, നീ എന്നെ ഹഗ് ചെയ്യുന്നത് പോലെയാണോ ഇവളെ ഹഗ് ചെയ്യുന്നത്? ഞാൻ നിൻ്റെ ആരാ? മമ്മി എൻ്റെ മമ്മി, നിദ്ര ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ്. പിന്നെ ഈ ഹഗ് എന്ന് പറഞ്ഞാലേ ഒരാളെ സ്നേഹത്തോടല്ലെങ്കിലേ ആശ്വാസമായി ചേർത്ത് പിടിക്കുന്ന എന്നാണ് അർത്ഥം. മലയാളത്തിൽ ആലിംഗനം അല്ലെങ്കിൽ ചേർത്ത് പിടിക്കൽ എന്നൊക്കെയും പറയാം. ഹൃദയത്തെ ചേർത്ത് പിടിക്കുന്നു. ഷോണിൻ്റെ വാക്കുകൾ സാറെ പിന്നെയും ദേഷ്യം പിടിപ്പിച്ചു. മതി നീ എനിക്ക് ക്ലാസ് എടുത്തത്. ഹൃദയം കുറെ നാളായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. സാറ അല്പം നീരസത്തോടെ പറഞ്ഞു. മമ്മി എന്താ ഇങ്ങനെ ഹൃദയമില്ലാതെ സംസാരിക്കുന്നത്? ഷോൺ രംഗം തമാശ രൂപത്തിൽ മാനേജ് ചെയ്യാൻ നോക്കി. ദേ, ഇളയ മോൻ്റെ മിന്നുകെട്ടാണെന്ന് ഇങ്ങനെ സംസാരിച്ച് നിന്നാൽ മതിയോ? റെഡിയാവേണ്ട മമ്മിക്ക് എന്നും പറഞ്ഞ് ഷോൺ
സാറയുടെ കവിളിൽ ഉമ്മ വെച്ചു. മമ്മിയെ തണുപ്പിക്കാനുള്ള അവൻ്റെ പതിവ് ട്രിക്കായിരുന്നു അത്. മമ്മി, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ദേ ഞാനേ ഇവളെയും കൂടി കൊണ്ടുപോവുക, ചെറിയൊരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഷോൺ നിദ്രയുമ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ സാറ ദേഷ്യത്തോടെ അവരുടെ പോക്ക് നോക്കി നിന്നു. നിദ്ര അതിനിടയിലൊന്ന് തിരിഞ്ഞു നോക്കി. സാറയുടെ അന്നേരത്തെ മുഖഭാവം കണ്ടപ്പോൾ അവൾക്കെന്തോ പേടി തോന്നി. ഇതൊക്കെ അപ്പുറത്ത് നിന്ന് കേട്ടിരുന്ന ഡാനിയൽ അടുക്കളയിലോട്ട് വന്നു. പോട്ടടോ, അവരൊക്കെ ന്യൂജൻ പിള്ളേരല്ലേ, നീ ഒന്ന് കണ്ണടക്കടോ എന്ന് പറഞ്ഞ് ഡാനിയൽ സാറയെ ചേർത്ത് പിടിച്ചു. ആ നേരത്താണ് ഷോൺ ഡോറിനരികിൽ നിന്ന് പറയുന്നത്, ദേ ഇത്രയേ ഞാനും ചെയ്തുള്ളൂ. മിസ്റ്റർ ഡാനിയൽ, ഇവിടെ 2 നിയമമാണെങ്കിലേ ഞങ്ങൾ പ്രതിഷേധിക്കും കേട്ടോ എന്നും പറഞ്ഞ് ഷോൺ നിദ്രയുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നിദ്ര അവനെ തന്നെ നോക്കി നിന്നു. ഡോക്ടർ ആഷോൺ ഡാനിയൽ എത്ര മനോഹരമായി സംസാരിക്കുന്നു, പെരുമാറുന്നു, ആൾക്കാരെ മനസ്സിലാക്കുന്നു. നിദ്ര അവനെ ഇമച്ചിമ്മാതെ നോക്കി. മിസ്സിസ് ഷോൺ, ഇങ്ങനെ നോക്കല്ലേ, എൻ്റെ കൺട്രോൾ പോവുക. അതും പറഞ്ഞ് ഷോൺ അവളെ നോക്കി കണ്ണിറുക്കി. ഒന്ന് നിൽക്കടോ. പിന്നെ ഇടയിൽ ടെക്സ്റ്റും വോയിസും തെക്കോട്ടും വടക്കോട്ടും ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഫോണിൽ വെച്ച് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ശരിയാക്കാമേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.